മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബിയെ യമൻ എന്ന രാജ്യത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറയുകയാണ്, നീ അഹ്ലുൽ കിതാബ് അഥവാ വേദക്കാർ താമസിക്കുന്ന യഹൂദികൾ താമസിക്കുന്ന ഒരു നാട്ടിലേക്കാണ് ചെല്ലുന്നത്. ഫലിയകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഇലാ അൻ യുവഹിദുല്ലാഹ്. നീ അവിടെ ചെന്നാൽ ആ ജനങ്ങളെ ആദ്യമായി ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന കാര്യത്തിലേക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ നബിയുടെ സന്ദേശവാഹകനായി ഒരു നാട്ടിലേക്ക് പോകാൻ പോകുന്ന മുആദിനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ധാരാളക്കണക്കിന് നബിമാരുടെ ചരിത്രങ്ങൾ അല്ലാഹു പറഞ്ഞതായി കണ്ടിട്ടുണ്ടാകുമല്ലോ. സൂറത്തു ഹൂദ് പോലെ, സൂറത്തുൽ അറാഫ് പോലെ, നൂഹ് നബി തൊട്ട് ഹൂദ് നബിയുടെ, സാലിഹ് നബിയുടെ, ലൂത്ത് നബിയുടെ, ശുഐബ് നബിയുടെ, മൂസാ നബിയുടെ അലൈഹിമുസ്സലാം, ഇങ്ങനെയുള്ള നബിമാരുടെ ചരിത്രം പറയുന്ന സൂറത്തുകൾ എടുത്തു നോക്കൂ. സൂറത്തു ശുഅറാ എടുത്തു നോക്കൂ. ധാരാളക്കണക്കിന് സൂറത്ത്. ഇതിലെല്ലാം നിങ്ങൾക്ക് തെളിഞ്ഞു കാണാം അല്ലാഹു നമ്മുടെ സന്മാർഗത്തിനു വേണ്ടി അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തിൽ ഉറ്റാലോചിക്കൂ, പഠിക്കൂ എന്ന് അല്ലാഹു പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഈ ഖുർആനിൽ അല്ലാഹുവിന്റെ നബിമാരുടെ ചരിത്രം പറഞ്ഞിടത്തെല്ലാം നിങ്ങൾക്ക് കാണാം. ആ നബിമാർ ജനങ്ങളോട് ആദ്യം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യമാണ്. യാ ഖൗമി അബ്ദുല്ലാഹ്, ഓ എന്റെ ജനങ്ങളെ, അബ്ദുല്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കൂ നിങ്ങൾ. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹില്ല എന്നാണ് റബ്ബിന്റെ ഈ അംബിയ അവരുടെ ജനങ്ങളോട് പറയുന്നത്. ആ ശൃംഖലയിൽ, ആ നബിമാരുടെ ചങ്ങലയിൽ, ആ മണിമുത്തുകൾ കോർക്കപ്പെട്ട ചരടിൽ അവസാനത്തെ കണ്ണിയായ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ നബി ഒരു കെട്ടിടത്തിന്റെ ഉദാഹരണം പറഞ്ഞില്ലേ? ഒരു മനോഹരമായ വീടിന്റെ ഉദാഹരണം. ആ വീട്ടിലേക്ക് ആളുകൾ കയറിയവരെല്ലാം ആ വീട്ടിന്റെ മനോഹാരിതയിൽ അത്ഭുതപ്പെട്ടു. ആ വീട്ടിന് ഒരേ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഒരു ലബിന, ഒരു ഇഷ്ടികയുടെ കുറവുണ്ട്. ഒരു കല്ലിന്റെ ഭാഗം, അവിടെ ഒരു വിടവുണ്ട്, ഒരു കല്ല് വെക്കാനുള്ള വിടവ്. വീട്ടിനകത്ത് കയറിയവരെല്ലാം ആ കെട്ടിടത്തിന്റെ സൗന്ദര്യത്തിൽ അവർക്കെല്ലാം അത് ഇഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനാണ് ആ ലബിന, ആ ഇഷ്ടികയുണ്ടല്ലോ അത് ഞാനാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതുപോലെ നബി നിയോഗിക്കപ്പെട്ടതോടെ ആ നബിമാരുടെ മനോഹരമായ കണ്ണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടെ അതാ നുബുവത്ത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഒരാൾക്കും ആ സ്ഥാനം ലഭിക്കുകയില്ല. ആ നബിമാരുടെ കണ്ണികളിൽ അവസാനത്തവരായ നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനങ്ങളെ ഏറ്റവും പ്രാധാന്യത്തോടെ പഠിപ്പിച്ചതും ജനങ്ങളോട് ആദ്യം പറഞ്ഞതും ഈ കാര്യം തന്നെ. റബ്ബിന്റെ നബിമാരെല്ലാം പറഞ്ഞ കാര്യം.